എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്നും ഇത്രയും അധികം വീഡിയോസും ഇൻഫർമേഷനും ഒക്കെയും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടും പലരുടെ ഉള്ളിലും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ആ പേരും അതുപോലെ തന്നെ ആ രോഗത്തിൻ്റെ മുന്നോട്ട് പോക്കും അതിൻ്റെ വളരെ കോൺട്രഡിക്ടറി അവസ്ഥകളൊക്കെയും പലരെയും ഇപ്പോഴും വളരെ ആശ്ചര്യപ്പിക്കുന്ന കാര്യമാണ്. സൈക്കോളജിസ്റ്റുകൾക്ക് തന്നെ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഡീൽ ചെയ്യാൻ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ആ പേരിൻ്റെ ഒറിജിനും ആ രോഗത്തെ നമ്മൾ കാണുന്നതും ആ രോഗത്തിൻ്റെ ചില ആശ്ചര്യപ്പിക്കുന്ന വസ്തുതകളും നമ്മൾ അറിയേണ്ടത് വളരെ അനിവാര്യമാണ്. സോ നമുക്ക് നോക്കാം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഇതിൻ്റെ പേരെങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ വളരെ പാരഡോക്സിക്കലും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇവ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ആധികാരികമായി മനസ്സിലാക്കാനും അവ മാനേജ് ചെയ്യുന്നതിനും അവയെ കുറച്ചു കൊണ്ടുവന്ന് ലൈഫിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും വളരെ സഹായിക്കുന്നതായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മാനസിക ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ മാനസിക രോഗ അവസ്ഥകളിലും രോഗാവസ്ഥകളെ പ്രധാനമായും 2 തരമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. പണ്ടത്തെ തരംതിരിക്കുന്ന രീതിയായിരുന്നു, അതായത് സൈക്കോസിസും ന്യൂറോസിസ് എന്ന് പറയുന്നത്. സൈക്കോസിസ് എന്ന് പറയുമ്പോൾ റിയാലിറ്റി ആയിട്ട് ടച്ച് ഇല്ലാതെ ഹാലുസിനേഷൻ, ഡെലൂഷൻ, ഐഡിയാസ് ഓഫ് പെർസിക്യൂഷൻ, അത്തരത്തിലുള്ള റിയാലിറ്റി ആയിട്ട് ടച്ച് ഇല്ലാത്ത രീതിയിലുള്ള സിംറ്റംസ് കൂടുതൽ കാണുന്ന ഒരവസ്ഥയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. സൈക്കോസിസിൽ വരുന്നതാണ് സ്കിസോഫ്രീനിയ പോലത്തെ സൈക്കോട്ടിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ ഈ റിയാലിറ്റി ടച്ചിന് പകരം ഇവിടെ ആൾക്കാർക്ക്, ഈ രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ ബോധ്യമുണ്ട് നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, ഭയങ്കരമായിട്ടുള്ള ദുഃഖം, ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടി, ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ട്, എനിക്കറിയാം എനിക്ക് പ്രശ്നമുണ്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രോഗാവസ്ഥകളുള്ളവരാണ് ന്യൂറോസിസം അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് പലപ്പോഴും സൈക്കോസിസ് അനുഭവിക്കുന്നവർക്ക് ഉണ്ടായിരിക്കത്തില്ല. ഇനി ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ അവസ്ഥ വന്നപ്പോൾ അന്നത്തെ സൈക്യാട്രിസ്റ്റുമാരും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാർക്കൊക്കെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ഇതിനെവിടെ പെടുത്തണം. സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പെടുത്താവുന്ന തരത്തിലുള്ള സിംറ്റമാറ്റോളജി ഇതിനില്ല താനും, എന്നാൽ ന്യൂറോസിസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് സ്റ്റേബിളായിട്ട് കണ്ടുവരേണ്ട ആങ്സൈറ്റിയും അല്ലെങ്കിൽ ദുഃഖഭാവമോ പ്രശ്നങ്ങളോ ഒന്നും ഈ BPD ഉള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂറോസിസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. സൈക്കോസിസിൽ ഉണ്ടാകുന്ന പോലത്തെ തീവ്രമായിട്ടുള്ള സിംറ്റംസും റിയാലിറ്റി ടച്ച് ഇല്ലാത്ത അവസ്ഥയൊന്നും അധികമായിട്ട് ഇതിൽ കാണാനും സാധിക്കുന്നില്ല. സോ രണ്ടിലും പെടാത്തൊരവസ്ഥയായി. സോ ന്യൂറോസിസ് അല്ല സൈക്കോസിസ് അല്ല, ഇടയിൽ പെടുത്താമെന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പേരിടുകയാണ് ചെയ്തത്. അതേസമയം തന്നെ പണ്ടുകാലത്തുണ്ടായിരുന്ന പല മനഃശാസ്ത്രജ്ഞരും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുള്ളവർ ഒരു സാനിറ്റിയുടെ മാസ്ക് ധരിച്ചവർ മാത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അതായത് നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ചുള്ള നല്ല ബോധത്തിൻ്റെ ഒരു മാസ്ക് ധരിച്ച അവസ്ഥ മാത്രമേ ഉള്ളൂ. അതായത് എപ്പോഴും ഒരു സാനിറ്റി ഉള്ള ഒരവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വെറും മുഖമോടിക്ക് മാത്രം സാനിറ്റി എന്നൊരവസ്ഥ, എന്നാൽ ഇൻസാനിറ്റി അല്ല. സോ ദാറ്റ്സ് എ കൺഫ്യൂസിങ് അവസ്ഥയായിരുന്നു അന്നത്തെ മനഃശാസ്ത്രജ്ഞർക്കും. അങ്ങനെ ആദ്യകാലത്തെ മനഃശാസ്ത്രജ്ഞര് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സവിശേഷതയായിരുന്നു പേഷ്യൻസിന് അവരുടെ റിലേഷൻഷിപ്പിൽ അനുഭവപ്പെടുന്ന വളരെ ഉയർന്ന തോതിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പതിയെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടായി. എന്നാൽ തന്നെയും വളരെയധികം പുസ്തകങ്ങളും വളരെയധികം റിസർച്ചുകളും വളരെയധികം സംവാദങ്ങളും സംസാരങ്ങളൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് സംഭവിച്ചുവെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലിറ്ററേച്ചറുകളിലും പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അത്
ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന പേഷ്യൻസിൻ്റെ സെൽഫ് കോൺട്രഡിക്ടറി, പാരഡോക്സിക്കൽ ആൻഡ് സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കാം. സെൽഫ് കോൺട്രഡിക്ടറി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്വയം എതിരായി നിൽക്കുന്ന, സ്വയം കോൺട്രഡിക്ട് ചെയ്യുന്ന തരത്തിലുള്ള. ഇനി പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധാഭാസ തരത്തിലുള്ള. ഇനി സെൽഫ് ഡിഫീറ്റിംഗ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്വയം കുഴിയിലാക്കുന്ന, സ്വയം തന്നാൽ തന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ കുഴി തോണ്ടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. സോ ഈ 3 ക്യാരക്ടറിസ്റ്റിക്കൽ സവിശേഷതകൾ നമ്മുടെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് BPD കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അവശ്യം മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യമാണ്. BPD അനുഭവിക്കുന്ന പല പേഷ്യൻസിൻ്റെയും ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് മറ്റുള്ളവരെന്നെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ളതാണ്. പക്ഷേ പേഷ്യൻറ്റിൽ സംഭവിക്കുന്ന വിരോധാഭാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള പേടി ഇരിക്കെ തന്നെ പേഷ്യൻ്റ് മറ്റുള്ളവർ തന്നെ അവഗണിച്ച് കളയാവുന്ന തരത്തിൽ പെരുമാറിക്കളയുന്ന ചില പെരുമാറ്റ രീതികൾ. കുറച്ച് കാഠിന്യായ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കേട്ടോ. അതായത് പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു പേടിയുണ്ട്, മറ്റുള്ളവരെന്നെ ഉപേക്ഷിച്ച് എന്നെ വിട്ടെറിഞ്ഞ് പോകും. അങ്ങനെയുള്ള പേടിയുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ BPD ഉള്ളവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക നില കാരണം മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ച് കളയാവുന്ന തരത്തിൽ തന്നെ അവർ പെരുമാറിക്കളയും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണം. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, BPD എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഒരു സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. അതായത് നമുക്ക് പേടിയുണ്ട്, മറ്റുള്ളവർ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നു, എന്നിട്ടും മറ്റുള്ളവരെ നമ്മൾ ഉപേക്ഷിക്കുന്ന തരത്തിൽ തന്നെ പെരുമാറുകയാണ് ചെയ്യുന്നത്. ഈ BPDയുടെ ഈ പ്രത്യേക സാഹചര്യത്തെ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളുടെ ഈ എക്സാമ്പിളിൽ 2 കഥാപാത്രങ്ങളുള്ള, ഒന്നെന്ന് പറയുന്നത് രമയും രാജേഷും. സോ രമയും രാജേഷും കഴിഞ്ഞ 10 മാസമായിട്ട് ഡേറ്റിങ്ങിലാണ്. അവർ ദിവസവും കാണും, പുറത്തൊക്കെ പോയി ചായ കുടിക്കും, അങ്ങനെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോവാണ്. സോ ആ ഇനീഷ്യൽ ടൈം പീരീഡിലുള്ള ഇൻഫാച്വേഷന് ശേഷം പതുക്കെ രമയ്ക്ക് രാജേഷിന് സംശയം തോന്നി തുടങ്ങുക ചെയ്യണം. കുറച്ച് സമയം രാജേഷ് ടെക്സ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, രമയുടെ ടെക്സ്റ്റുകൾക്ക് റീപ്ലൈ തരാതിരുന്നു കഴിഞ്ഞാൽ, അപ്പം രമയ്ക്കൊരു സംശയമാണ്, രാജേഷ് ഇവിടെ ഇല്ലേ, രാജേഷ് വേറെ ആരെങ്കിലും എടുത്ത് റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ രാജേഷിനെ ചീറ്റ് ചെയ്യുകയാണോ, വേറെ ആരെങ്കിലും ഒപ്പം പോവുകയാണോ എന്നുള്ളൊരു സംശയമൊക്കെ രമയുടെ മനസ്സിൽ കിക്കിങ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി അവൻ തന്നെ ചീറ്റ് ചെയ്യാണ്, രാജേഷ് എന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് പല പ്രാവശ്യം അക്യൂസ് ചെയ്യും. അതിനുശേഷം രാജേഷ് എന്നെ ദ്രോഹിക്കുകയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ വളരെ അങ്ങ് കംപ്ലൈൻറ്റും ചെയ്യും. അതായത് രാജേഷിൻ്റെ അടുത്ത് തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വഴക്കുകൾ പൊട്ടും. അതായത് ഒരാഴ്ചയിൽ 1-2 വഴക്കെന്ന് പറയുന്നത് സ്ഥിരം. അങ്ങനെ വഴക്കുകളൊക്കെ പതിയെ മാറി നിന്നിട്ട് രാജേഷ് വീണ്ടും രമയുടെ അടുത്ത് അടുക്കാനായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് രമ അവിടെ വീണ്ടും രാജേഷിനെ അങ്ങ് പുഷ് ചെയ്ത് മാറ്റുന്ന അങ്ങ് തള്ളി, ആ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് രാജേഷിനെ അങ്ങ് തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കും. പിന്നെ അതിനുശേഷം എങ്ങനെയൊക്കെ വീണ്ടും ഒരു ബാലൻസ് എന്ന അവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തി 2-3 ബാലൻസിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും രമ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ, രാജേഷിൻ്റെ കുറ്റങ്ങളും പ്രശ്നങ്ങളും കണ്ടുപിടിച്ചിട്ട് അതിൽ വീണ്ടും രാജേഷിനെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് വീണ്ടും വഴക്കായിട്ട് വീണ്ടും അവർ വളരെ കലുഷിതമായിട്ടുള്ള രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ രമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനത്തെ ഒരു ഓൺ ആൻഡ് ഓഫ്, ഫുൾ ആൻഡ് പുഷ് ഡൈനാമിക്സിൽ അങ്ങനെ റിലേഷൻഷിപ്പ് വളരെ അങ്ങ് മുന്നോട്ട് പോയിട്ട് അവസാനം വളരെ മതികിടുന്ന രമേശ്, ഇനി എനിക്ക് ഇത്തരത്തിലൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള, എപ്പോഴും ഒരു കെയോസ് ആയിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കല് ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്കപ്പ് ചെയ്യുക ചെയ്യുന്നത്. ആ ബ്രേക്കപ്പിന് ശേഷം രമ ചിന്തിക്കുന്നത്, എങ്ങനെ രാജേഷ് എൻ്റെ അടുത്ത് ചെയ്യാൻ സാധിച്ചു, എങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധിച്ചു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വളരെ ഡിപ്രഷനിലോട്ടും വളരെ ഇമോഷണൽ ക്രൈസിസിലോട്ടും പോകുന്നൊരവസ്ഥ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും രമയുടെയും രാജേഷിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവയെ കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ കഥയിൽ രമയ്ക്ക് രമേഷിനെ വലിയ ഇഷ്ടമാണ്. രമേഷിനെ വലിയ ഇഷ്ടമായതിൻ്റെ കാരണം കൊണ്ട് തന്നെ എപ്പോഴും ഇവൾക്കൊരു പേടിയുണ്ട്, രമേഷ് എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന്.
അത്തരത്തിലുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും രമ കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് പുള്ളിക്കാരനെ തള്ളിമാറ്റാൻ അല്ലെങ്കിൽ പുള്ളിക്കാരനെ മാറ്റി നിർത്തുന്ന തരത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ബിഹേവിയർ, ആ ബുദ്ധിമുട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് അവസാനം താങ്ങാൻ വയ്യാതെ ആ കഷ്ടപ്പാടുകളും ആ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ രമേശ് അവിടെ ബ്രേക്കപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബ്രേക്കപ്പ് പ്രോസസ്സിന് അതിൽ സംഭവിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈയിങ് ദ അഗ്രസർ എന്ന് പറയും. അതെ, ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ അഗ്രസർ. ഇവിടെ രമയുടെ പ്രത്യേക തരത്തിലുള്ള ഈ പെരുമാറ്റ രീതിയാണ് രമയിൽ നിന്നും അകറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രമയുടെ അടുത്തു നിന്നും ബ്രേക്കപ്പായി പോയത്. അങ്ങനെ ബ്രേക്കപ്പായി പോയതിന് ശേഷം രമേശ് തന്നെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള ചിന്താഗതിയിൽ രമേശിൻ്റെ മുകളിൽ കുറ്റം ആരോപിക്കുന്ന രീതിയായി മാറുക ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിക്ടിമൈസർ റോൾ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. വിക്ടിം ഒരു പരിധി വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് രമേശായിരുന്നു. പക്ഷേ ആ രമേശിൻ്റെ സ്ഥാനത്ത് രമേശിനെ വിക്ടിമായി കാണാതെ രമ സ്വയം വിക്ടിമായി കണ്ടുകൊണ്ട് രമേശിനെ ബ്ലെയിം ചെയ്യുന്നൊരവസ്ഥ. ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ അഗ്രസർ. ഇത് ഒരു സൈക്കോഡൈനാമിക് പ്രോസസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. പലപ്പോഴും പല ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമോഷണൽ അവസ്ഥകൾ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട് പല പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണിത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് BPD അനുഭവിക്കുന്ന ഒരു ക്ലയൻറ്റ് ഇത്തരത്തിലുള്ള ഒരു സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള പെരുമാറ്റത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു BPD എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിയർ ഓഫ് അബാൻഡമെൻ്റാണ്. അതെ, ഫിയർ ഓഫ് റിജക്ഷൻ ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം. സോ ഫിയർ ഓഫ് അബാൻഡമെൻറ്റ് അഥവാ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് BPDയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ഒരു ഇൻസെക്യൂരിറ്റിയാണ്, വലിയൊരു ആങ്സൈറ്റിയാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ആങ്സൈറ്റിയും BPDയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് അധികം ആരുടെ കണ്ടന്റുകളിലും അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ലിറ്ററേച്ചറുകളൊന്നും അധികം പ്രാധാന്യം അല്ലെങ്കിൽ അധികം നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്നൊരു ഘടകമാണ്. അത് തിരിച്ചറിയേണ്ടത്, അത് മനസ്സിലാക്കേണ്ടതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനെ പറയുന്ന പേരാണ് എംനഷ്മെൻറ്റ് ആങ്സൈറ്റി എന്ന് പറയും. ഈ എംനഷ്മെൻറ്റ് ആങ്സൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു BPD ക്ലയൻറ്റിൻ്റെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പുഷ് ആൻഡ് പുൾ ഡൈനാമിക്സ് ഉണ്ടല്ലോ. ആ സ്നേഹിക്കാനായിട്ട് പുള്ളിക്കാരൻ വരുന്ന സമയത്ത് പുള്ളിക്കാരനെ പുഷ് ചെയ്ത് മാറ്റും. ഇനി പുള്ളിക്കാരൻ അകന്ന് പോകുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാരണം അകന്ന് പോകുന്ന സമയത്ത് പുള്ളിക്കാരനെ ഇങ്ങനെ പുള്ള് ചെയ്ത് അടുത്തേക്ക് നിർത്താനായിട്ടുള്ള ആഗ്രഹവും അതിനായിട്ടുള്ള പരിശ്രമവും. സോ ദിസ് കോൺസ്റ്റന്റ് പുൾ ആൻഡ് പുഷ് മെക്കാനിസത്തിന് എംനഷ്മെൻറ്റ് ആങ്സൈറ്റി എന്ന് നമുക്ക് പറയാം. സോ ഫസ്റ്റത്തെ ആങ്സൈറ്റി എന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ച് പോകും എന്നുള്ള പേടി. രണ്ടാമത്തെ ആങ്സൈറ്റി എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരവസ്ഥയിൽ പുഷ് ആൻഡ് പുൾ ഡൈനാമിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന എംനഷ്മെൻറ്റ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പേഷ്യൻ്റ് ഒരാളുടെ അടുത്ത് വളരെ അടുത്ത് കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ, അതായത് ക്ലയൻറ്റിൻ്റെ മനസ്സിൽ ഒരു പേടി അങ്ങ് വരിക ചെയ്യുന്നത്. ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ എന്നെ ഇദ്ദേഹം ഉപേക്ഷിച്ച് പോവോ, അങ്ങനത്തെ ഒരു പേടി കിക്ക് ചെയ്യുന്ന സമയത്ത് ആ പേടിയിൽ ആക്ടിവേറ്റായിട്ട് ക്ലയൻറ്റ് മറ്റൊരാളെ അങ്ങ് തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനെ തള്ളി മാറ്റി അദ്ദേഹം മാറി നിൽക്കുമ്പോൾ എന്നെ അബാൻഡൻ ചെയ്തു, എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്ന ആങ്സൈറ്റി കിക്കിങ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബോർഡർ ലൈൻ BPD ഉള്ള ഒരു ക്ലയൻറ്റ് അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ പ്രണേതാവായിട്ട് അടുത്തിരിക്കുന്ന സമയത്ത് ആ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്നത് എന്നെ ഇവർ ഉപേക്ഷിച്ച് പോവോ എന്നുള്ള പേടി വരുമ്പോൾ, ആ ക്ലോസ്നെസ്സിൻ്റെ സമയത്ത് എന്നെ ഇവർ റിജക്റ്റ് ചെയ്യുമോ ഉപേക്ഷിച്ച് പോവോ എന്നുള്ള പേടി വരുന്ന സമയത്ത് അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനായിട്ട് അവിടുന്ന് ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഡിസ്റ്റൻസ് കുറച്ചായി കഴിയുമ്പോൾ അപ്പോൾ ക്ലയൻറ്റ് തോന്നുന്നത് അവരെന്നെ അബാൻഡൻ ചെയ്തു, അവരെന്നെ ഉപേക്ഷിച്ച് പോയി. അത്തരത്തിലുള്ള ഒരു അവസ്ഥ കാരണം റിലേഷൻഷിപ്പിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിലായോ? അതായത് പേഷ്യൻറ്റിന് അവർ രണ്ടുപേര് അടുക്കുന്ന സമയത്ത് ക്ലയൻറ്റിന് തോന്നുന്നത് ഈ അടുത്ത ആൾ എന്നെ റിജക്റ്റ് ചെയ്ത് പോകുമോ എന്നുള്ള പേടി ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്നു. അകന്ന് നിന്ന് കുറേ കഴിയുമ്പോൾ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടിൽ അവരെന്നെ ഉപേക്ഷിച്ച് പോയോ എന്ന ദുഃഖത്തിൽ വിഷമിക്കുന്നു. ഇങ്ങനെ അടുത്തും അകന്നും നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് അതിലൊരു ബാലൻസ് നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരിക ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ
അവർക്ക് ക്ലോസ്നെസ്സിലും അതുപോലെ തന്നെ ഡിസ്റ്റൻസിലും കംഫർട്ടബിൾ ആവാതെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ സംജാതാവുക ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബാലൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ഗ്രൗണ്ടിന്, അതായത് ഈ അകലം അടുപ്പ് ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ടിന് വേണ്ടി അവിടെ സ്ഥിതി ചെയ്യാനായിട്ട് പലപ്പോഴും ക്ലയൻസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കലുഷിതമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ഓഫ് ആയി പോവുകയും ഇതേ പാറ്റേൺ അവരുടെ വരുന്ന റിലേഷൻഷിപ്പുകളിലും റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഏറ്റവും മോഡേണായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും ഒരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.